ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബറാത്ത സ്പെഷ്യലായിട്ട് തന്നെ ഇന്നൊരു പൂവട കൂടി ഉണ്ടാക്കാം. അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ഇത് 2 കപ്പ് പച്ചരി പൊടിച്ചതാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, റേഷൻ കടയിലെ പച്ചരി തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കഴുകി ഉണക്കി പൊടിച്ചതാണ്. ഈ കപ്പിന് 250 ml കപ്പിന് 2 കപ്പ് പൊടിയാണിത്. പിന്നെ നമുക്ക് ഇത് തേങ്ങ വേണം. ഇത് ഒരു തേങ്ങയാണ്, ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയതാണ്. പിന്നെ ഇത് ഒരു 1/4 കിലോ ശർക്കര ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് 1/4 കിലോ എന്ന് പറയുമ്പോൾ 250 ഗ്രാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 5 ഏലക്കയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്കൊരു നല്ല ടേസ്റ്റിലൊരു പൂവട ഉണ്ടാക്കാൻ. നമ്മൾ ഈ പച്ചരി പൊടിക്ക് നമ്മൾ 2 കപ്പ് പൊടി എടുക്കുമ്പോൾ ഈ നമ്മൾ പൊടിച്ച പൊടിയാകുമ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് വെള്ളം എടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഞാനിവിടെ ഈ നമ്മൾ പൊടിച്ച പൊടി ആയതുകൊണ്ട് അതിന് എപ്പോഴും എനിക്ക് 1 കപ്പിന് 1.25 കപ്പ് വെള്ളം ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തതുകൊണ്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കയൊക്കെ പാട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ കുറച്ച് മതിയെങ്കിൽ അതേപോലെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്ക് കുറേശ്ശെ ചേർത്താൽ മതി. നമുക്കത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എത്ര വേണം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മധുരം കുറച്ച് മതിയാകും. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, ഇത്രയും ശർക്കര മതി. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ബാക്കി ഇത്ര ശർക്കര ഒരു 50 ഗ്രാമിൽ ഒരല്പം കൂടി കൂടുതലുണ്ടാവും ഇത്രയും ശർക്കര. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ശർക്കര ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്.
ഇത് നമ്മൾ ഈ പൊടി നമ്മൾ വാട്ടുന്നതിലാണ് നമ്മുടെ പൂവട നന്നായിട്ട് വരിക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്, മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഇതേപോലെ ഒരു കല്ലോട്ട് നന്നായിട്ടൊന്ന് കുത്തുകയാണെങ്കിൽ നമുക്കിതൊന്ന് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ പത്തിരിക്ക് കുത്തുന്ന അത്ര കുത്തേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഇതാക്കി നമ്മൾ കുത്തുന്നത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മതിയാകും. ഇനി ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ചൂടോടുക്ക് തന്നെ കുഴച്ചെടുക്കുകയാണ് നല്ലത്. നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. വല്ലാതെ ഇത് ചൂടാകുമ്പോൾ നമുക്കൊന്ന് കൈയൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് പെട്ടെന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. അങ്ങനെ ചെയ്യുന്നത് നമ്മളിത് ഓരോന്നും പരത്തിയെടുക്കുന്ന സമയത്ത് മറ്റേതൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഉണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ നന്നായിട്ട് ഉരുട്ടിയിട്ട് പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഉരുള അത്ര വലിപ്പം വേണ്ട കേട്ടോ. നമ്മൾ പൂവട ചെറുതല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ട, കുറച്ച് ചെറുത്. ഞാൻ ഉണ്ടാക്കണ പൂവട ചെറുതാട്ടോ. പൂവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടുതലാണ്. നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കി മാവും കൊണ്ട് ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം. നമ്മളിവിടെ ഇത് ഇട്ടിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പൂവട ഉണ്ടാക്കുന്ന പാത്രമല്ലേ, ഇങ്ങനത്തെ ഇഡ്ഡലി കുക്കറിലാണ് ഞാൻ പൂവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ 3 പാത്രം എടുത്തിട്ടുണ്ട്. അത് ആ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡുമാണിത്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. കുറച്ചിങ്ങനെ ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പാത്രം നമ്മളൊന്ന് ചൂടാക്കാൻ വെക്കാൻ പോവാണ്. ഇനി പാത്രം ഒന്ന് ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കട്ടെ. നമ്മൾ
ഈ ഉരുളകൾ നമ്മളിത് പരത്തിയിട്ടല്ല എടുക്കുന്നത്. ഞാനിതുപോലെ ഒരു ഇത് പത്തിരി പ്രസ്, ചപ്പാത്തി പ്രസ്സൊക്കെ ഇല്ലേ, ഈ ഒരു പ്രസ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരത്തിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പം പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസ് ഉപയോഗിക്കുന്നത്. പ്രസ്സിൽ നമുക്കൊരല്പം ഓയിൽ തടയി കൊടുക്കാം. ഇങ്ങനെ പരത്തിയ ഇതിന് ഞാൻ ഇതേപോലെ ഒരു അച്ചിലാണ് ഞാൻ പൂവട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അല്ലാതെ നമുക്ക് വെറുതെ കൈകൊണ്ടും ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതുപോലൊരു അച്ചിൽ പൂവട ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഈ അച്ചിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ തേങ്ങ വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതിലുണ്ടാക്കുന്നത് ഒരു പൂവടയുടെ അതേ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് നല്ല ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഒരു പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൂവടയും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇതൊട്ട് ഇങ്ങനത്തെ ഒരു പ്രസ് തൊട്ട് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്കിത് പൂവട ഇങ്ങനെ കൈയിട്ട് അതേപോലെ ഉണ്ടാക്കാൻ നോക്കാം. അതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും തമ്മിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുക്കുക. ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അടിയിലത്തെ ഭാഗത്തിന് മേലോട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ കയറ്റി കൊടുക്കുക ചെയ്യാം. ഇതൊക്കെ ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാവും. അങ്ങനെ ഞാനിതിപ്പോൾ ഇതാ 2 എണ്ണം അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്ക് ഈ തട്ടിലോട്ട് നമുക്ക് പൂവട നിരത്തി കൊടുക്കാം. നമ്മൾ കുറച്ച് വലുതാക്കി നമ്മൾ ഉണ്ടാക്കിയത് അത് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ അടുത്ത തട്ടിലോട്ട് നിങ്ങളൊരു ഇഡ്ഡലി ചെമ്പിലാണ് വെക്കുന്നതെങ്കിൽ എല്ലാം കൂടി ഒരു തട്ടി തന്നെ കൊള്ളും. നല്ല സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഇഡ്ഡലി ചെമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്കിതൊരു 3 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇഡ്ഡലി കുക്കർ ആയതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റീം വന്നിട്ട് വെന്ത് കിട്ടും. നമ്മുടെ പൂവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പൂവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമുക്കൊരു പൂവട എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളി പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഏലക്കയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടോ. നിങ്ങൾക്ക് ഈ പൂവടയുടെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.